ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 9. മോൾ എങ്ങനെ ഇത് കണ്ടേ? ഉള്ളിലുള്ള മകനോടുള്ള ദേഷ്യം ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് ലക്ഷ്മി അവളോട് ചോദിച്ചു. അത് പിന്നെ ഇന്നലെ ഇവിടെ നിന്ന് ഞാൻ പോയപ്പോഴേ കയറി കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് ഉറക്കം ഞെട്ടി ഉണർന്നേ. അന്നേരം മുറിയുടെ ജനലിൽ കൂടി താഴേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത് അമ്മയുടെ മോനെ മുറിയിലിരുന്ന് കുടിക്കുന്നേ. പാറു അവരുടെ മുൻപിൽ ഓരോന്നായി വിശദീകരിച്ചു. നല്ലവനായ ഉണ്ണിയെപ്പോലെ നടന്നിട്ട് മുറിയിൽ കയറിയിരുന്നിട്ട് ഇതാണ് അവൻ്റെ പരിപാടി. ഇന്നിങ്ങോട്ട് വരട്ടെ, കവടമടൽ വെച്ചിട്ടൊന്ന് കൊടുക്കും ഞാൻ. കാള പോലെ വളർന്നൊന്നും ഞാൻ നോക്കില്ല. അവർ വീരോടെ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പടക്കത്തിന് തിരികൊളുത്തിയല്ലോ എന്നൊരു സന്തോഷത്തോടെ പാറു അതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അതിനി പടപടാന്ന് പൊട്ടിക്കോളൂ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ദേഹമൊക്കെ കുളിരുന്നുണ്ട്. ലക്ഷ്മിയമ്മ ആ മാരാർക്കിട്ട് നല്ലോണം കൊടുത്താൽ മതിയായിരുന്നു. പാറു കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് ദൈവത്തോട് കെഞ്ചി. അതൊക്കെ പോട്ടെ, മോക്ക് എന്തിൻ്റെയൊക്കെയോ തൈ വേണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ എടുത്തു തരാം, ബാ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ ചെറിയൊരു കത്തിയുമായി ലക്ഷ്മിയമ്മ അടുക്കള വശത്തുകൂടെ പിന്നിലേക്ക് നടന്നു. പുറകിലായി അവളും. കുറേയധികം ചെടികൾ മുറ്റത്തും പറമ്പിലുമായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും മംഗലശ്ശേരിയിലില്ലാത്തതും. എത്രയും വെറൈറ്റി ചെടികളൊക്കെ എവിടുന്ന് കിട്ടുന്നോ എന്തോ. അവൾ ആശ്ചര്യപ്പെട്ടു പോയി. പാർവതി ചൂണ്ടിക്കാട്ടിയ ചെടികളുടെ തൈയും കമ്പുമൊക്കെ അവർ ചെത്തിക്കൊടുത്തു. ഒടുവിൽ ചെമ്പകത്തിൻ്റെ അരികിലേക്ക് ചെന്ന് അതിൻ്റെ ഒരു കൊമ്പടിക്കുവാനായി തുടങ്ങി. പൊടുന്നനെ അവൾ എന്തോ ഓർമ്മയിൽ കൈവലിച്ചു. അതിൻ്റെ കൂടെ കമ്പ് ചെത്തിത്തരട്ടെ പാറുവേ. ലക്ഷ്മി അതിനരികിലേക്ക് വരുന്നത് കണ്ടതും അവൾ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി കാട്ടി. എന്നവാ, ഞാനിതൊക്കെ ഒരു കവറിലാക്കി കെട്ടിത്തരാം. അവർ അകത്തേക്ക് കയറുവാനായി തുടങ്ങിയതും പാറു തടഞ്ഞു. അതേ, ഈ ഗേറ്റിനപ്പുറത്തേക്ക് കൊണ്ടുപോകാനേ ഒരു കവറിൻ്റെ ആവശ്യമില്ല. ഞാനിതൊക്കെ കയ്യിലെടുത്തോണ്ട് പൊയ്ക്കോളാം. കാര്യങ്ങളെല്ലാം മംഗളമായി നടന്നതിൻ്റെ ആനന്ദത്തിൽ അവൾ അതെല്ലാം കൂടി ഒരു വള്ളിക്കെട്ട് കെട്ടി ലക്ഷ്മിയോട് യാത്ര പറഞ്ഞ് ഗേറ്റിന് നേരെ നടന്നു. മോളെ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും വരണേ. പിറകിൽ നിന്നും അവർ വിളിച്ചു പറഞ്ഞതും പെണ്ണ് സന്തോഷത്തോടെ തിരിഞ്ഞു നിന്നൊന്ന് തലയാട്ടി. വരാൻ ലക്ഷ്മിയമ്മേ. അതും പറഞ്ഞുകൊണ്ട് ഗേറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നവളെ വാത്സല്യത്തോടെ നോക്കി നിന്നവർ. അവൾ ഇങ്ങോട്ടല്ലാതെ എവിടെ പോവാനാ? ആ വീടിന് ചുറ്റും ഗതി കെട്ടാതെ അലഞ്ഞു തിരിഞ്ഞ ഒരു ആത്മാവ് ലക്ഷ്മിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ഭദ്ര. വൈകുന്നേരം കോളേജിൽ നിന്നും വീട്ടിലേക്ക് കയറി വന്ന മകനെ ലക്ഷ്മി വല്ലാത്തൊരു ദേഷ്യത്തോടെ വിളിച്ചു. സ്വന്തം മുറിയിലേക്ക് കയറുവാനായി പോയ അവൻ അമ്മയുടെ മുറുകിയ മുഖം കണ്ട് ഹാളിലേക്ക് തന്നെ തിരിച്ചു വന്നു. എന്താ അമ്മേ? ക്ഷീണത്തോടെ അവൻ ഹാളിലുള്ള സെറ്റിയിലേക്കായി ഇരിപ്പുറപ്പിച്ചു. എന്താണെന്നോ, നീ ഇത്രയും നാൾ എന്നെ കളിപ്പിച്ച് ജീവിക്കുമായിരുന്നു അല്ലേ? എന്നെ മാത്രമല്ല, ഈ കണിയാപുരം ഗ്രാമത്തിലെ സകല മനുഷ്യരെയും. അവർ ഭദ്രന് നേരെ ദേഷ്യത്തോടെ ചീറി. എന്താ അമ്മേ, കാര്യം എന്താന്ന് പറഞ്ഞെങ്കിലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ആരെ എന്ത് കളിപ്പിച്ചെന്നാ അമ്മ പറഞ്ഞു വരുന്നേ? അവനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇന്നലെ തൊട്ട് അമ്മ തന്നോട് നല്ല രീതിയിലല്ല സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇതെന്താണാവോ? ഭദ്രന് തല ചൂട് പിടിക്കുന്നുണ്ടായിരുന്നു. നന്ദനമോള് പോയതിൽ പിന്നെ നിന്റെ മുറിയിലേക്ക് ആരെയും നീ കയറ്റില്ലായിരുന്നു. അതൊക്കെ നിന്റെ മാത്രം സ്വകാര്യതകൾ മാത്രമെന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും നാളും ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പെന്ന് എനിക്കിന്നാണ് മനസ്സിലായത്. അമ്മയുടെ എങ്ങും തൊടാതെയുള്ള സംസാരം കേട്ട് അവൻ കണ്ണും മിഴിച്ചിരുന്നു പോയി. വാലും തലയും പറയാതെ എന്താ കാര്യം അമ്മയ്ക്ക് പറഞ്ഞാലെന്താ? അമ്മയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ എനിക്ക് ജ്യോതിഷം വശമില്ല. അവൻ ഒട്ടൊരു നീരസത്തോടുകൂടി പറഞ്ഞു. എന്നു മുതലാ ഭദ്ര
നീ കുടി തുടങ്ങിയത്? പൊടുന്നനെ അവരുടെ ഒച്ച ചെമ്പകശ്ശേരിയെ പ്രകമ്പനം കൊള്ളിച്ചു. താൻ കേട്ടത് ശരിയാണോ എന്നറിയാൻ വേണ്ടി അവൻ ഒട്ടൊരു ഞെട്ടലോടുകൂടി ലക്ഷ്മിയെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്തേ, ഞാൻ ചോദിച്ചു കേട്ടില്ലെന്നുണ്ടോ? അതോ മനസ്സിലായില്ലെന്നുണ്ടോ? ചെമ്പകശ്ശേരിയിലെ ഭദ്രന്മാരാര് കുടി എന്നാ തുടങ്ങിയെന്നാ ഞാൻ ചോദിച്ചേ. അമ്മയുടെ വലിഞ്ഞു മുറുകിയ മുഖം അവനിൽ ആദ്യമായി പേടി തോന്നിപ്പിച്ചു. ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ ഭദ്രൻ ശ്വാസം അകത്തേക്ക് വലിച്ചു വിട്ടു. അമ്മ ഇതെങ്ങനെ അറിഞ്ഞു? അമ്മ ഒരിക്കലും തൻ്റെ മുറിയിലേക്ക് കയറിയേല. ഇനി കയറിയാൽ തന്നെ തൻ്റെ പൂട്ടിയ കബോർഡിൽ താൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുപ്പികൾ കാണാനൊട്ട് സാധിക്കുകയില്ല. പിന്നെ എങ്ങനെ? അവൻ കൂലംകുഷിതമായി ആലോചിച്ചു. എന്താ, നിന്റെ നാവിറങ്ങിപ്പോയോ ഭദ്ര? ഇതിനെക്കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ? അവർ വീണ്ടും മകന് നേരെ കലിപ്പിട്ടു. അത് ഞാൻ അങ്ങനെ എന്നും ഒന്നും കുടിക്കില്ലമ്മേ. വല്ലപ്പോഴും മാത്രമേ ഞാൻ കുടിക്കത്തുള്ളൂ. തല ഉയർത്തി നോക്കാൻ സാധിക്കാതെ മുഖം കുനിച്ചുകൊണ്ട് തന്നെ ഭദ്രൻ മറുപടി പറഞ്ഞു. അവന് പൊള്ളുന്നുണ്ടായിരുന്നു. ഉള്ളിലുള്ള സങ്കടത്തെ പുറത്തേക്കൊഴുക്കാനാവാതെ അവൻ കുഴങ്ങി. ചെമ്പകശ്ശേരിയിലെ ഭദ്രന്മാരാർ അന്നും എന്നും തോൽക്കുന്നത് അമ്മയുടെ സ്നേഹത്തിനും ദേഷ്യത്തിനും മുൻപിലാണ്. നന്ദനയുടെ ഓർമ്മകൾ സഹിക്കാൻ പറ്റാതെ ആവുമ്പോൾ ഉറക്കമില്ലാത്ത ചില രാത്രികളിൽ താൻ കുടിച്ചു പോകാറുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ ഇനിയും പറഞ്ഞാൽ അമ്മയൊട്ടും വിശ്വസിക്കുകയില്ല. ഭദ്ര, അവര് വീറോടെ വിളിച്ചു. അവൻ ദയനീയമായി അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അമർഷത്തോടെ ചോദിക്കുന്ന അമ്മയോട് അല്ലെന്ന് പറയുവാൻ അവൻ്റെ നാവ് ചലിച്ചില്ല. അല്ലെങ്കിൽ തന്നെ കുട്ടിക്കാലം തൊട്ട് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും തന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. അതിന് താൻ ഇടയാക്കാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു താനും. പക്ഷെ ഇപ്പോൾ ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള അവശിഷ്ടങ്ങൾ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി കമഴ്ത്തി കളഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് നീ വന്നാൽ മതി. കട്ടായം പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് വെട്ടിത്തിരിഞ്ഞു പോകുന്നവരെ നിർവികാരനായി അവൻ നോക്കി നിന്നു. അതെല്ലാം കൂടി എത്ര രൂപയുടെ മുതലാ? എല്ലാം കൊണ്ടുപോയി ഒഴിച്ചു കളയാ എന്ന് വെച്ചാ? ഭദ്രനൊരു നിമിഷം ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ ദേഷ്യത്തോടെ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ എല്ലാവരും സ്റ്റോറി വായിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സഹായിക്കുകയും വേണം. പിന്നെ നിങ്ങൾക്ക് കഥ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കണം കേട്ടോ. കൂടെ നിൽക്കുന്നവർക്കും ചേർത്ത് പിടിക്കുന്നവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.